ഡിയർ സ്റ്റുഡൻസ്, നാം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ദ മസ്കുലിൻ ഓഫ് വിർജിൻ, സാറ ജോസഫിൻ്റെ ദ മസ്കുലിൻ ഓഫ് വിർജിൻ എന്ന കഥയെക്കുറിച്ചാണ്. റീക്യാപ്പ് നോക്കാം. സെറ്റ് ഇൻ എ ട്രഡീഷണൽ ക്രിസ്ത്യൻ ഫാമിലി ഇൻ കേരള. കേരളത്തിലെ ഒരു പരമ്പരാഗത ക്രിസ്ത്യൻ കുടുംബത്തിൽ നടക്കുന്ന കഥ. ക്യാരക്ടേഴ്സ് ഫാദർ, മദർ, ഡോട്ടർ, സൺ. കഥാപാത്രങ്ങൾ അച്ഛൻ, അമ്മ, മകൾ, മകൻ. ദ ഫാദേഴ്സ് മദർ കംസ് ടു സ്റ്റേ വിത്ത് ദ ഫാമിലി. അച്ഛൻ്റെ അമ്മ കുടുംബത്തോടൊപ്പം താമസിക്കാൻ വരുന്നു. ഫാദർ ആൻഡ് മദർ സേവ് എവരിത്തിങ് ഫോർ ദെയർ ചിൽഡ്രൻ. അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അച്ഛനും അമ്മയും എല്ലാ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ദ സൺ ആസ്ക്സ് ഫോർ ദ മസ്കുലിൻ ഓഫ് വിർജിൻ. കന്യ എന്നതിൻ്റെ പുല്ലിക മകൻ ചോദിക്കുന്നു. ദ ഡോട്ടർ ഇസ് സ്റ്റണ്ട്, പേൾ, പേഴ്സ്പിരിങ്. മകൾ സ്തംഭിച്ചു, വിളറി വിയർക്കുന്നു. ഹെർ മദർ എസ്കോർട്സ് ദ ഡോട്ടേഴ്സ് ടു ഹെർ റൂം. അമ്മ മകളെ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അണ്ടർസ്റ്റാൻഡ് ദ റീസൺ ബിഹൈൻഡ് ഹെർ ഫ്രാഗിലിറ്റി. അവളുടെ ദുർബലതയുടെ കാരണം മനസ്സിലാക്കുന്നു. ദ മദർ റിവീൽസ് ടു ദ ഫാദർ. അവളുടെ ദുർബലതയുടെ കാരണം അമ്മ അച്ഛനോട് വെളിപ്പെടുത്തുന്നു. ദ മദർ സീസ് വിഷൻസ്. അമ്മയ്ക്ക് ദർശനങ്ങൾ കാണുന്നു. ദ മദർ ഈസ് പാരലൈസ്ഡ്. അമ്മ തളർവാദം പിടിപെടുന്നു. ദ ഡോട്ടർ ഹാങ്സ് ഹെർസെൽഫ്. മകൾ തൂങ്ങി മരിക്കുന്നു. സബ്പ്ലോട്ട് ഓഫ് ആൻ ഓൾഡ് വുമൺ. ഒരു വൃദ്ധയുടെ ഉപകഥ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ സ്റ്റോറി ഫോഴ്സ് ഷാഡോ? ഈ കഥ എന്തിനെയാണ് മുൻകൂട്ടി കാണിക്കുന്നത്? ആൻസർ, ഇംപെൻഡിങ് ഡിസാസ്റ്റർ, വരാനിരിക്കുന്ന ദുരന്തം. രണ്ടാമത്തെ ചോദ്യം, വേർ ഡസ് ദ സ്റ്റോറി ടേക്ക് പ്ലേസ്? കഥ എവിടെയാണ് നടക്കുന്നത്? ആൻസർ, ഇൻ എ ക്രിസ്ത്യൻ ഫാമിലി ഇൻ കേരള. കേരളത്തിലെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഫാദർ ഡു ഫോർ എ ലിവിങ്? അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ആൻസർ, ട്രേഡ്, വ്യാപാരമാണ് ചെയ്യുന്നത്. നാലാമത്തെ ചോദ്യം, ഹൂ കംസ് ടു ലീവ് വിത്ത് ഫാമിലി ഫോർ 10 days? 10 ദിവസം കുടുംബത്തോടൊപ്പം താമസിക്കാൻ വരുന്നത് ആരാണ്? ഫാദേഴ്സ് മദർ, അച്ഛൻ്റെ അമ്മ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ മോസ്റ്റ് പിയസ് പേഴ്സൺ ഇൻ ദ സ്റ്റോറി? കഥയിലെ ഏറ്റവും ഭക്തനായ വ്യക്തി ആരാണ്? ആൻസർ, മദർ, അമ്മയാണ്. ആറാമത്തെ ചോദ്യം, ഹൗ മെനി ചിൽഡ്രൻ ഡു ദ പാരൻസ് ഹാവ്? മാതാപിതാക്കൾക്ക് എത്ര കുട്ടികളുണ്ട്? ആൻസർ, 2. എ ഡോട്ടർ, എ സൺ. ഒരു മകളും ഒരു മകനും. ഏഴാമത്തെ ചോദ്യം, ഹു ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ അബൌട്ട് ദ മാസ്കുലിൻ ഓഫ് വിർജിൻ? കന്യക എന്നതിൻ്റെ പുല്ലിംഗത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നത് ആരാണ്? ആൻസർ, മകനാണ്, സൺ. എട്ടാമത്തെ ചോദ്യം, ഹു ഈസ് സീൻ ആസ് ഫ്രൈൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി? കഥയിലെ ദുർബലമായ കഥാപാത്രമായി കാണുന്നത് ആരെയാണ്? ആൻസർ, ഡോട്ടർ, മകളെ. അടുത്ത 9ാമത്തെ ചോദ്യം, ഹൂ സീസ് ദ ബ്ലൂ റേഡിയൻസ് ഇൻ ദ ഡോട്ടേഴ്സ് റൂം? മകളുടെ മുറിയിലെ നീലപ്രകാശം കാണുന്നത് ആരാണ്? ആൻസർ, മദർ, അമ്മയാണ് കാണുന്നത്. 10ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സ് റിവീൽ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണ് വെളിപ്പെടുത്തുന്നത്? ആൻസർ, ദ പ്രഗ്നൻസി ഓഫ് ദ ഡോട്ടർ, മകളുടെ ഗർഭം. 11ാമത്തെ ചോദ്യം,
ഈസ് ദർ എ മെസ്കുലിൻ വേർഡ് ഓഫ് വിർജിൻ അക്കോർഡിംഗ് ടു ഫാദർ? ഫാദറിൻ്റെ അഭിപ്രായത്തിൽ കന്യക എന്ന വാക്കിനൊരു പുല്ലിംഗ പദമുണ്ടോ? നോ, ഇല്ല. 12ാമത്തെ ചോദ്യം, ഹൂ സ്റ്റാൻഡ്സ് ദ സ്റ്റണ്ട് ആൻഡ് പേൾ അറ്റ് ദ സൺസ് ക്വസ്റ്റ്യൻ? മകൻ്റെ ചോദ്യം കേട്ട് വിളറി നിൽക്കുന്നത് ആരാണ്? ആൻസർ ഡോട്ടർ, മകളാണ്. അടുത്ത 13ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ ക്യാരക്ടർ ഇൻ ദ നോവൽ വിത്ത് ദ ശ്രിവൽഡ് ഹാൻഡ്സ്? നോവലിലെ ചുക്കിച്ചുളിഞ്ഞ കൈയുള്ള കഥാപാത്രം ആരാണ്? ആൻസർ ദ ഓൾഡ് വുമൺ, വൃദ്ധയായ സ്ത്രീ. അടുത്ത 14ാമത്തെ ചോദ്യം, ഹൗ ഓൾഡ് ഈസ് ദ ഓൾഡ് വുമൺ? വൃദ്ധയ്ക്ക് എത്ര വയസ്സുണ്ട്? ആൻസർ 110. അടുത്ത 15ാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ മദർ ആഫ്റ്റർ ഷീ പീപ്സ് ത്രൂ ദ കേ ഹോൾ ഓഫ് ദ ഡോട്ടേഴ്സ് റൂം? മകളുടെ മുറിയിലെ താക്കോൽ ദ്വാരത്തിലൂടെ ഒളിഞ്ഞു നോക്കിയ ശേഷം അമ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ആൻസർ ബിക്കംസ് പാരലൈസ്ഡ്, തളർവാദം പിടിപെടുന്നു. ഇതിൻ്റെ മുഴുവൻ ഈ പാഠം മൊത്തമായി ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.